ഈ ആളുകളൊക്കെ ഇപ്പോൾ നേരത്തെ ചേട്ടനും അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട് ബന്ധുവീടുകളിലേക്ക് അല്ലെങ്കിൽ അയൽ വീടുകളിലേക്ക് സുഹൃത്തുക്കളുടെ വീടുകളിലേക്കൊക്കെ മാറാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചില വീടുകളിലെങ്കിലും സുരക്ഷിതമാണ് എന്ന് കരുതിയ ആളുകൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഒട്ടും സുരക്ഷിതമല്ല. ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏത് നിമിഷവും ഓരോ മിനിറ്റിലും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ഒരു മണിക്കൂറിലെ അവസ്ഥ ആയിരിക്കില്ല ഒരു മണിക്കൂറിന് ശേഷം. അപ്പോൾ ഇത്രയും വേഗം ആളുകളൊക്കെ മാറേണ്ടതുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ടോ? അവർ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ? അവർക്ക് മാറേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ടോ? അവർക്ക് മാറാൻ ആവശ്യമായിട്ട് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ സജ്ജമായിട്ടുണ്ടോ? എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ അർജുൻ? ഷിഹാസ്, നിലവിൽ ആളുകൾക്ക് ഇത് മാറുന്നതിന് വേണ്ടി മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കാരണം അവർക്ക് സ്ഥിതിഗതികൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായി അവരൊക്കെ പറയുന്നത് ഇത് ഒരു മുൻകരുതൽ എടുക്കാൻ പാകത്തിലുള്ളൊരു സമയം പോലും ഇവർക്ക് ലഭിച്ചിട്ടില്ല. കാരണം വളരെ പൊടുന്നനെയാണ് ഈ വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങൾ, വീട്ടിനകത്തുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ, മേശ, ഷെൽഫ്, അതുപോലെ തന്നെ കട്ടിൽ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സുരക്ഷിതമായി മാറ്റുന്നതിന് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വെള്ളം ഉയരുന്നതിൻ്റെ വേഗത്തിനനുസരിച്ച് തന്നെ അവർ ഇവിടെ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ആകാവുന്ന അത്രയും സാധനങ്ങൾ സുരക്ഷിതമായി വെക്കുക എന്നുള്ളതാണ് അവർ പ്രാഥമികമായി ആ വീട്ടിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഷിഹാസ്, നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ നമുക്കൊക്കെ ഈ ഞാനിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് ഈ ഇത്രയും ഭാഗത്ത് മാത്രമേ എൻ്റെ കാൽപാദം പൊങ്ങുന്നത്ര മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ വെള്ളം മുട്ടോളം എത്തുന്ന സാഹചര്യം, അത് തന്നെയാണ് ഏറ്റവും അപകടകരമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് ആളുകളെ ഉടനടി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് ഉൾപ്പെടെ നാട്ടുകാരുൾപ്പെടെ സഹായത്തോടു കൂടി എത്തിയിട്ടുള്ളത്. ഈ പറയുന്ന രീതിയിൽ ഈ ഭാഗത്തെല്ലാം തന്നെ ഇപ്പോൾ വെള്ളം വന്ന് ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആളുകളൊക്കെ അവിടെ നിന്ന് ഈ പറയുന്ന കുടുംബാംഗങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. ഈ സാധനങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ മാറ്റാനോ ആളുകൾക്ക് മാറാനോ ഒന്നും ഒരു സമയം കിട്ടിയില്ലല്ലേ? വളരെ പെട്ടെന്നാണ് അല്ലേ? ഒരു അരമണിക്കൂറിന് കയറി വെള്ളം, ഒരു അരമുക്കാൽ മണിക്കൂറിന് പെട്ടെന്ന് കയറിയതാ. ഈ വട്ടിയാന്തോട്, മാട്ടറ ആ ഭാഗത്തൊക്കെ ഉരുള് പൊട്ടിയതോ അല്ലെങ്കിൽ അങ്ങനെ വലിയ കുത്തൊഴുക്ക് വന്നതോ ഒക്കെ ആയിരിക്കണം ഈ ഭാഗത്ത് വലിയ വെള്ളം വരാൻ കാരണം. ഉരുള് പൊട്ടുമ്പോഴാണ് ഇവിടെ വെള്ളം കയറുള്ളൂ. ഉരുള് ഉണ്ടാവാറുണ്ടോ? 2 വർഷം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒന്നും അങ്ങനെ ഇല്ല, കുഴപ്പമില്ലായിരുന്നു. ഇല്ല കയറി. ആളുകളൊക്കെ മാറാൻ തീരുമാനിച്ചു. എല്ലാവരും മാറാൻ നോക്കുന്നുണ്ട്, സാധനം മാറ്റിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ തന്നെ ഈ ഭാഗത്തുള്ള ആളുകളെല്ലാം ചേർന്ന് ഓരോ വീടുകളിലെയും സാധനങ്ങൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ പറയുന്ന അർജുൻ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അവിടെ ആ വഴിയിലെല്ലാം വെള്ളം കയറി കിടക്കുകയാണ്. നമുക്കത് നടക്കാൻ കഴിയുന്ന വഴിയാണോ, സഞ്ചരിക്കാൻ കഴിയുന്ന വഴിയാണോ എന്നുള്ളത് ഉറപ്പില്ല. ഇത് നമുക്ക് കാണുക, ഈ ഭാഗത്തൊക്കെ മുട്ടോളം തന്നെ വെള്ളമാണ്. ഇവരുടെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയാത്ത സ്ഥിതിയാണ്. ഭായ് हाँ बारिश है इधर बेटे हैं इधर नहीं मैं फोन कर रहा हूँ बाड़ी में तुम्हारा मालिक कौन है? ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ ഇത്തരത്തിൽ വെള്ളത്തിലൂടെ ആളുകൾ ജീവൻ കയ്യിൽ പിടിച്ചാണ് യാത്ര ചെയ്യുന്നത്. അപ്പോഴായി ചില ഇഴജന്തുക്കളൊക്കെ ആ വെള്ളത്തിലൂടെ ഇഴഞ്ഞു പോകുന്ന എല്ലാം ഒരുപാട് കാര്യങ്ങൾ. രാവിലെ മാലാൾക്ക് ഫോൺ വിളിച്ചിന് വെറും പറയും ഇല്ല രാവിലെ അല്ല ഇപ്പൊ വരണ്ടേ എനിക്കറിയില്ല. നമ്മളോ പനി അങ്ങനെ കുറച്ച് മുന്നിക്കുണ്ട്, റൂമില്ല. ഇത് തന്നെ റൂമ്. മുതലാളിനെ പറഞ്ഞോ ഇത് വേറെ മാറാൻ പറഞ്ഞു? വെള്ളം ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ഇപ്പൊ ഫോണ് വിളിച്ചില്ല, രാവിലെ വിളിച്ചേ. ഇപ്പൊ വിളിച്ചിട്ടോ നമ്മൾ മാറണ്ടേ അങ്ങോട്ട്? പോണോ? ചിലപ്പോ ഇല്ലാത്ത അങ്ങനെ കല്യാട്ട് ആവാത്തേക്ക് പോണം ഇപ്പോ. ഓക്കെ, അത് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഇവരുടെ ബന്ധപ്പെട്ട ആളുകൾ, അതായത് ഇവരുടെ മുതലാളിമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ള ഇവർ പറയുന്നത്. ഇവരുടെ ഈ താഴെ നിലയിലുള്ള സാധനങ്ങളൊക്കെ ഇവർ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായി ഇവരൊക്കെ പറയുന്നത് ഇതൊക്കെ വളരെ ആഴമുള്ള ഒരു പ്രദേശം, വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗത്തുൾപ്പെടെ ആളുകളൊക്കെ എന്താണ് ഇതിൻ്റെ മേലെ കയറി നിൽക്കണ്ടെന്ന് ഇപ്പോൾ അവരോട് പറയണം. ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം വെള്ളം കയറി ഇതിൻ്റെ മേലെ 2 ദിവസം നിന്ന് പോയതാണ്. അപ്പോൾ അത് വെള്ളം താഴെ ഇറങ്ങി നിന്നാൽ അവർക്ക് നല്ലത്. അവരുടെ മുതലാളിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. മുതലാളിയോട് പറഞ്ഞിട്ടുണ്ടോ? മുതലാളി പറഞ്ഞിട്ടുണ്ടാ കാര്യം. മുതലാളി വരുമൊന്നുമില്ല. അവരിപ്പോ
अंदर बाहर जाओ बाहर ഈ കെട്ടിടം അപകട ഭീഷണിയുള്ള കെട്ടിടമാണ്. കാരണം ഇത് കംപ്ലീറ്റ് നനകം വെള്ളമാണ്. അത് ഇരുന്ന് പോകും ചിലപ്പോൾ. അതുകൂടി ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ആഴമുണ്ടല്ലേ? ആ, അതാണ് അതിനകത്തൊരു കുഴപ്പം. അതായത് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട ഈ വീട്ടിലുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളോട് മാറണമെന്നുള്ള ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വെക്കുകയാണ്. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മുതലാളിയെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടനടി പുറത്തേക്ക്, അതായത് ഈ വീടിന് പുറത്തേക്ക് മാറണമെന്നുള്ള അഭ്യർത്ഥന നാട്ടുകാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. നാട്ടുകാരും അത് തന്നെയാണ് പറയുന്നത്. മുതലാളി അല്ല, അവരോട് ഹിന്ദി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹിന്ദിയിൽ അവരോട് പുറത്തേക്ക് വരാൻ പറ. എന്നാലല്ലേ അതാണ് മുതലാളി വരുന്ന വെള്ളം നിൽക്കുവാടെ. അവർക്ക് മലയാളം അറിയാം, അവർ അത്യാവശ്യം മലയാളം പറഞ്ഞിട്ടുണ്ട്. ഈ ഇതര സംസ്ഥാന തൊഴിലാളികളോട് ഉൾപ്പെടെ മാറുന്നതിന് വേണ്ടി നാട്ടുകാർ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അവരോട് ഉടനടി തന്നെ ഈ വീട്ടിൽ നിന്ന് മാറണം. കാരണം വെള്ളം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരത്തെ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പിനകത്ത്, അതായത് വീട്ടിലേക്ക് കയറുന്ന ഒരു സ്റ്റെപ്പിനകത്ത് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് വീണ്ടും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. നാട്ടുകാർ അവിടെയുള്ള ആളുകളോട് സംസാരിക്കുകയും അവരോട് ഈ വീട്ടിൽ നിന്നും താമസം മാറണമെന്നുള്ള കാര്യം അറിയിക്കുകയുമാണ്. ഉടനടി തന്നെ ഇവിടെ നിന്ന് മാറണം എന്നുള്ള അറിയിപ്പ് നാട്ടുകാർ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും അതിരൂക്ഷമായ രീതിയിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു, വെള്ളം ബാക്കി പത്രമാണ് ഇപ്പോൾ കണ്ണൂർ ഉളിക്കലിലെ ഈ ദൃശ്യങ്ങൾ. അർജുൻ കല്യാടാണ് വിവരങ്ങളൊക്കെ നൽകിയത്.